ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ വിധികർത്താക്കളെ, പ്രിയമുള്ള സഹപാഠികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഇന്നത്തെ ഈ സാഹിത്യ മത്സരത്തിലെ പ്രസംഗ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിമർശനങ്ങളെ അതിജയിച്ച പ്രവാചകൻ എന്നുള്ളതാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും അധികം വളർച്ച കൈവരിച്ച മതം ഇസ്ലാം മാത്രമാണ്. അതിനാൽ തന്നെ ഇസ്ലാമിനെയും അതിൻ്റെ പ്രവാചകനെയും ശത്രുപക്ഷത്ത് നിർത്തി ആക്രമിക്കാനുള്ള യൂറോപ്പിൻ്റെയും ഭൗതിക യുക്തിവാദികളുടെയും എക്സ് മുസ്ലിങ്ങളുടെയും ശ്രമം സജീവമായി സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രഥമ വിളംബരം സഫാ മലയിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചപ്പോൾ നിനക്ക് നാശമെന്ന് ആക്രോശിച്ച അബൂലഹബ് മുതൽ പ്രവാചക വിമർശനത്തിൻ്റെ അടിവേരുകൾ നാം കണ്ടെത്തേണ്ടതുണ്ട്. എന്നാൽ എല്ലാ വിമർശനങ്ങളെയും അതിജയിച്ച മഹൽ വ്യക്തിത്വത്തിൻ്റെ ജ്വലിക്കുന്ന വ്യക്തി പ്രഭാവമായിരുന്നു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തെ കളങ്കപ്പെടുത്തുന്ന നിരവധി വ്യാജ ആരോപണങ്ങൾ വിമർശകർ എഴുതിവിടാറുണ്ട്. ഏകാധിപതിയും സ്വാഭിപ്രായം നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന വിമർശനത്തിൻ്റെ ഉത്തരം നമുക്ക് ബദർ യുദ്ധത്തിൽ കാണാവുന്നതാണ്. അവിടെ മുസ്ലിങ്ങൾ നിലയുറപ്പിക്കാനുള്ള സ്ഥലം നിർണയിക്കുന്നതിൽ അനുചരന്മാരുടെ സുചിന്തിതമായ അഭിപ്രായം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചു എന്നതിൽ ഈ ആരോപണത്തിന് ഉത്തരമുണ്ട്. സാമൂഹിക ശാസ്ത്രജ്ഞനും ചിന്തകനുമായ മൈക്കിൾ എച്ച് തൻ്റെ ദി 100 റാങ്കിങ് ഓഫ് ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഇൻ ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൽ പ്രഥമ സ്ഥാനം പ്രവാചകന് നൽകിയത് ആ മഹൽ വ്യക്തിത്വത്തിൻ്റെ സാക്ഷ്യപത്രമാണ്. ഖുർആനിൻ്റെ നിത്യവിമർശകനായിരുന്ന അറബി സാഹിത്യ സാമ്രാട്ടായിരുന്ന വലീദ് ബിൻ മുഗീറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ഒരു വിമർശനവും നടത്തിയിട്ടില്ല എന്നത് ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു സംഭവമാണ്. അന്ധൻ ആനയെ കണ്ട പോലെയാണ് വിമർശകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി കുടുംബ ജീവിതത്തെക്കുറിച്ച് വിമർശിക്കുന്നത്. നേരത്തെ 2 വിവാഹം കഴിഞ്ഞ മക്കളുള്ള തന്നേക്കാൾ 15 വയസ്സ് അധികം പ്രായമുള്ള വിധവയായ മഹദി ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്ത്രീലമ്പടൻ എന്ന് പരിഹസിക്കുന്ന വിമർശകർ സൗന്ദര്യാസ്വാദനത്തിൻ്റെ ബാലപാഠങ്ങൾ അറിയാത്തവരാണ്. അറേബ്യയിൽ നിലനിന്നിരുന്ന ദത്തുപുത്ര വിവാഹ സമ്പ്രദായത്തിൽ സമൂലമായ ഇസ്ലാമിക മാറ്റം സമൂഹത്തിന് പഠിപ്പിച്ചു നൽകാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത്. പ്രവാചക ജീവിതത്തിൻ്റെ ബൗദ്ധ ഇസ്ലാമിക പാഠങ്ങൾ ലോകത്തിന് പകർന്നു നൽകാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച ഒരു സംവിധാനമായി ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രവാചകനുമായുള്ള ദാമ്പത്യ കുടുംബ ബന്ധത്തെ അകക്കണ്ണുകൊണ്ട് വായിക്കാൻ വിമർശകർ തയ്യാറാവേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, എത്രയോ ഭൗതിക രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിലെ സമുന്നതരായ വ്യക്തിത്വങ്ങൾ എന്തുകൊണ്ട് ശൈശവ വിവാഹ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ വിമർശിക്കപ്പെടുന്നില്ല എന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. എല്ലാ വിമർശനങ്ങളെയും അതിജയിച്ച് വിശ്വാസ, ആചാര, അനുഷ്ഠാന, വൈയക്തിക, സാമൂഹിക മേഖലകളിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രകാശം പരത്തുന്ന സിറാജും മുനീർ തന്നെയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.